വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെരി പെരി അൽഫഹാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പാനിലാണ് ഇത് ചെയ്യുന്നത്, ഓവണൊന്നും വേണ്ട. സ്പൈസിയും കുറച്ച് ടാങ്കിയും ഒക്കെ ആയിട്ടുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള ചിക്കനാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/200 ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പരത്തിയെടുക്കണം. കാരണം നമ്മളിത് പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്, അതുകൊണ്ട് ചിക്കൻ്റെ എല്ല് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഫ്ലാറ്റാക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ മേലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കണം. ചിക്കൻ്റെ കാലിലെ പീസിൽ മാത്രമേ ഇങ്ങനെ ഒടിക്കാനുള്ളതായിട്ടുണ്ടാവുള്ളൂ. ബ്രസ്റ്റ് പീസിൽ അങ്ങനെ ഒടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് ഭാഗത്തും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ വരകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞതിന് ശേഷം ഞാൻ ചിക്കന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ നല്ല മയം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുപോലെ തന്നെ അങ്ങനെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കണക്കാക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ 4-5 പീസ് ഇഞ്ചി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, വലുതാണെങ്കിൽ പകുതി മതി. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയുമാണ്. ഒരുപാടൊന്നും വേണ്ട, 2 തണ്ട് മതി. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂണ് കുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇടണ്ട, പകുതി അളവിൽ ഇട്ടാൽ മതിയാവും. ഒരു പകുതി ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് അറബിക് മസാല ഇടുന്നുണ്ട്. അറബിക് മസാലയുടെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. മുന്നേ അൽഫഹം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലും ചേർക്കാം, സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഇത്രയുമാണ് നമുക്ക് മസാല പുരട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കാണിക്കുന്നത് കാരണം കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ വിനാഗിരി ഇട്ട വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കുതിർത്ത് വെച്ചാൽ മതി. ആ ചിക്കന് ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇത് നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ ഇട്ട വരയിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ മസാല പുരട്ടിയ ചിക്കന് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, പുറത്ത് വെക്കരുത്. ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് തലേന്ന് രാത്രിയെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ആയിട്ട് ഈ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടും. ആ തണുപ്പ് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുക്കായി കിട്ടും. ഞാനിപ്പം ചിക്കൻ്റെ പുറം ഭാഗം അടിയിലേക്കായിട്ട്, അതായത് പാനിലുള്ള ഓയിലിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവണിൽ ഇത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് ചാർക്കോളിൽ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വശം ഞാൻ 2 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഫ്ലെയിമൊന്നും കൂട്ടിയിട്ട് വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്കാക്കിയിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇത് വേവിക്കേണ്ടത് അടച്ച് വെച്ചിട്ടാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ ഡ്രൈ ആയി പോവില്ല. അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ഓയിൽ തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്തോളും. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. അതുപോലെ ഫ്ലെയിം ചെറുതാക്കിയിട്ട് തന്നെ വയ്ക്കുക. പിന്നെ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ഉപയോഗിക്കുക. അടിയിലൊന്നും പിടിക്കാത്ത പാത്രം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ മേലെ തേച്ചിട്ടുണ്ടായിരുന്ന മസാലയിൽ എക്സ്ട്രാ വരുന്ന മസാല ഇതുപോലെ പാനിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് കോരിയിട്ട് മാറ്റി വയ്ക്കുക.
നമുക്ക് പാത്രത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിക്കൻ്റെ മേലെ പിടിച്ച് ചിക്കനിൽ കരിഞ്ഞ പോലെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഏകദേശം 20-25 മിനിറ്റ് എടുക്കും കുക്കായി കിട്ടാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വലുപ്പവും നിങ്ങളെ ഗ്യാസിലുള്ള ചൂടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടൈം ഉണ്ടാവുക. എനിക്ക് ഏകദേശം 25 മിനിറ്റ് ആയ സമയത്ത് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ അടുപ്പത്താവുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് കൂടി ഉണ്ടാക്കാനുണ്ട്. ഞാൻ വേറൊരു ഫ്രൈ പാന് മറ്റേ അടുപ്പത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തതിൽ ബാക്കിയുള്ള മസാലയാണിത്. എക്സ്ട്രാ ഇതുപോലെ കുറച്ച് മസാല എന്തായാലും ഉണ്ടാവും. ആ മസാല നമ്മൾ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ട പകരം നമ്മൾ ഈ ഒരു പാനിലേക്ക് സോസിൻ്റെ കൂടെ ആ മസാല കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചെറിയ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഇത് എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണിൽ വറ്റൽമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് പെരി പെരീൻ്റെ മെയിനായിട്ട് വരുന്ന സോസ്. ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു പേസ്റ്റ് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മുടെ ചിക്കൻ്റെ മേലെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഏകദേശം ചിക്കൻ കുക്കായി 20-25 മിനിറ്റ് ആവുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത്. നേരത്തെ ഇത് ചെയ്യരുത്. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. കാരണം ഇത് ഓൾറെഡി നമ്മൾ തേച്ച് ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ചിക്കൻ വെന്തതിന് ശേഷം ഈ ഒരു സോസ് ചിക്കൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ചിക്കൻ മറിച്ചിടുക. എന്നിട്ട് മറ്റേ വശത്തും ഇതേപോലെ സോസ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആ തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു മിനിറ്റ് ടൈം ഉണ്ടല്ലോ, ആ 1 മിനിറ്റ് ടൈം മാത്രമേ നമ്മൾ ആ ചിക്കൻ്റെ 2 വശവും കുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് സോസ് തേച്ച് കഴിഞ്ഞിട്ട് ഓരോ വശവും നമ്മൾ ഓരോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കരുത്. ജസ്റ്റ് ആ ഒരു സോസ് ചിക്കൻ്റെ മേലെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചൂടാക്കുന്നത്. കാരണം ഓൾറെഡി ആ സോസ് നമ്മൾ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. അത് ചിക്കൻ്റെ മേലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചൂടാക്കിയാൽ മതി. ഓരോ മിനിറ്റ് 2 വശവും ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അത്രേ പണിയുള്ളൂ. ചിക്കൻ റെഡിയാണ്. പിന്നെ നമ്മളിത് പാനിൽ ഉണ്ടാക്കുന്ന കാരണം നമ്മൾ ഇതിന് ഒരു സ്മോക്കി ടേസ്റ്റ് കൂടെ കൊടുക്കാനായിട്ട്, ആ അൽഫഹമിൻ്റെ തന്തൂറിലുണ്ടാക്കുന്ന ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ടും കൂടെ ബാക്കിയുണ്ട്. ഇതിനായിട്ട് ഞാൻ 1 പീസ് ചാർക്കോൾ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കുന്നുണ്ട്. ഇത് ഒരു കനൽ ആവുന്ന സമയം വരെ ഒന്ന് കത്തിച്ചിട്ടെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ചാർക്കോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് 1 പീസ് ചിരട്ടയും ഇതുപോലെ കത്തിച്ചിട്ടെടുക്കുക. ഈ സമയത്ത് ഞാൻ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഓയിൽ പാനിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കത്തിയിട്ടുള്ള ആ ചാർക്കോളിൻ്റെ പീസ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ മൂടി വയ്ക്കുക. ഈ സമയത്ത് വരുന്ന സ്മോക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് ഇൻഫ്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറും ആ ഒരു മണമൊക്കെ നന്നായിട്ട് ചിക്കനിൽ കിട്ടും. അപ്പോൾ അതിലുള്ള സ്മോക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പാത്രം തുറന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. നല്ല ടെൻഡറായിട്ടാണ് ഉള്ളത്. നല്ല കുക്കായിട്ടുണ്ട്. പാനിലുണ്ടാക്കിയതിനെ കൊണ്ട് കുക്കായിട്ടില്ല ഒന്നുമില്ല. നല്ല ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.